തമിഴ്നാട്ടിലെ വിരുദനഗറിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ 25ആയി. 4 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതും പുതിയ വിവരമായി ലഭിക്കുന്നുണ്ട്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിരുദനഗറിൽ നിന്ന് പാർവതി സത്യദേവൻ ന്യൂസ് ഡെസ്കിൽ ചെയ്തു. പാർവതി, ഈ പ്രദേശം വിരുദനഗർ എന്ന് പറയുന്നത് നമ്മുടെ സജയൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഒരുപാട് പടക്കക്കടകളുള്ള പടക്ക നിർമ്മാണശാലകളുള്ള ഒരു പ്രദേശമാണ്. അനധികൃതമായി നിരവധി ശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ അത്ര സുരക്ഷിതമല്ലാത്ത രീതിയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോയത്? രഞ്ജിത്തെ, ഇന്നലെ വൈകിട്ട് 3:30 കൂടിയാണ് തമിഴ്നാട്ടിലെ വിരുദനഗറിൽ വലിയ അപകടമുണ്ടാകുന്നത്. ഇപ്പോൾ മരണസംഖ്യ 25ആയി ഉയർന്നിട്ടുണ്ട്. ഇതിൽ 4 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപകട സമയം 50ഓളം ജീവനക്കാരാണ് ഈ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ പലരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരണസംഖ്യ ഉയരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം 14-അംഗ വിദഗ്ധ സംഘമാണ്, 2 മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള സംഘമാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു. പടക്കശാല ഉടമ മുത്തുമാണിക്യം ഒളിവിലാണ്. ഇയാൾക്കായി തെരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്. ഉടമയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ വിദഗ്ധ സംഘത്തെയും ഈ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. സംഭവസ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാനായി ജില്ലാ കളക്ടർക്കും സർക്കാർ നിർദ്ദേശം നൽകി. ഒപ്പം ഈ വനജ ഫയർവർക്സ് എന്ന സ്ഥാപനത്തിലാണ് സ്ഫോടനമുണ്ടായത് ഇന്നലെ. അവിടെ ഈ സ്ഥാപനത്തിൽ 10-ലധികം മുറികൾ ഉള്ള ഒരു ഫാക്ടറിയാണ്. ഇവിടെ 4 മുറികൾ പൂർണ്ണമായി തകർന്നു. ഒപ്പം ഈ ആളുകൾ പലരും കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നു. ഇവിടെ തുടർ സ്ഫോടനങ്ങളും ഉണ്ടായതും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീര്യം കൂടിയ രാസവസ്തുക്കളാണ് പടക്ക നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. അതാണ് അപകടത്തിന്റെ ആഘാതം കൂട്ടിയതും മരണസംഖ്യ ഉയരാൻ കാരണമായതും. ഒപ്പം നിരവധി പടക്ക നിർമ്മാണശാലകളുള്ള സ്ഥലമാണ് ഈ വിരുദനഗർ. അവിടെ അടുത്തടുത്ത്, പ്രത്യേകിച്ചും കേരളത്തിലടക്കം ഉത്സവകാലമായതുകൊണ്ട് തന്നെ ഈ പടക്ക നിർമ്മാണശാലകളെല്ലാം സജീവമാണ്. അവിടെ എപ്പോഴും തൊഴിലാളികൾ ജോലിയെടുക്കുകയും നിരവധി പേർ ഉണ്ടാവുകയും ചെയ്തു. ഒരു സമയം 12 പേർക്ക് മാത്രമാണ് ഇവിടെ ജോലിയെടുക്കാൻ അവസരമുള്ളത്. അതായത് മാനദണ്ഡം പാലിച്ച് ജോലിയെടുക്കേണ്ടത്. പക്ഷേ ഈ ഒരു അപകട സമയം ഇവിടെ 50ഓളം പേരുണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ സ്ഫോടനത്തിന് പിന്നാലെ തുടർ സ്ഫോടനങ്ങൾ ഇവിടെ ഉണ്ടാകുകയും അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന ഫയർഫോഴ്സ് ജീവനക്കാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും അടക്കം പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇവിടെ സ്ഥലത്തുണ്ടായിരുന്ന കളക്ടർ സുഖപുത്ര തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇവിടെ ഉണ്ടായതെന്ന് വേണം രഞ്ജിത്ത് മനസ്സിലാക്കാൻ. കാരണം സ്ഥാപനത്തിന്റെ ലൈസൻസ് ഉണ്ടെന്നാണ് വിവരം. പക്ഷേ അതിനനുസരിച്ചുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നോ എന്നുള്ള കാര്യമാണ് സംശയം. കാരണം കൊടും വേനലിൽ പടക്കമുണ്ടാക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ പാലിക്കുന്നില്ലെന്നതാണ് വ്യാപകമായ ആക്ഷേപം ഉയരുന്നത്. ചൂടുകാലത്ത് രാവിലെ 11-ന് മുൻപ് ജോലികൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ പല സ്ഥാപനങ്ങളും ഇത് നടപ്പാക്കുന്നില്ല. ചെറുകിട വൻകിട പടക്ക നിർമ്മാണശാലകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 100 കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. ശിവകാശിക്ക് അടുത്തുള്ളൊരു സ്ഥലം കൂടിയാണ് ഇവിടം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, 12 പേർ ജോലി എടുക്കേണ്ട സ്ഥലത്ത് 50 പേരാണ് ഉണ്ടായിരുന്നത്. ഇത് തന്നെ ഈ മാനദണ്ഡങ്ങളുടെ ലംഘനം കൂടിയാണ്. ഒപ്പം പലപ്പോഴും പെർമിറ്റ്, ഓരോ വർഷവും സുരക്ഷാ പെർമിറ്റ് പുതുക്കേണ്ടതുണ്ട്. ഇത് പലരും ലംഘിക്കുന്നുവെന്നാണ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. കൂടുതൽ കൂലി കിട്ടും എന്നുള്ളതിനാലും ദിവസ വേതനം കിട്ടും എന്ന് കണക്കിലെടുത്തും നിരവധി ആളുകൾ ഇവിടെ അധിക വരുമാനത്തിനായി ജോലിയെടുക്കാൻ വരുന്നുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിൽ അടക്കം ജോലിയെടുക്കാൻ വരുന്നുണ്ട്. അത് തന്നെ അധിക സമയം ജോലിയെടുക്കുമ്പോഴവർക്ക് കൂലി കൂടുതൽ കിട്ടുന്നു. ഇതൊക്കെ തന്നെ കൂടുതൽ നിർധനരായ തൊഴിലാളികളടക്കം ഇത്തരം സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് എത്തുന്നുണ്ട്. അതും ഈ അപകടത്തിൽപ്പെട്ടവരിലേറെയും നിർധനരായ ആളുകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേ ജില്ലയിലെ വെമ്പക്കോട്ടയിലും ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്ഫോടനം ഉണ്ടായിരുന്നു. പടക്കശാലയിൽ പൊട്ടിത്തെറിയുണ്ടായിരുന്നു. അന്ന് 4 പേരാണ് അവിടെ മരിച്ചത്. പക്ഷേ അതുകൊണ്ടൊന്നും അത്തരം സുരക്ഷാ പരിശോധനയോ അല്ലെങ്കിൽ കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കാനോ അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനോ ഒന്നും അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് വേണം ഈ ഒരു അപകടത്തിൽ നിന്നും മനസ്സിലാക്കാനായി. പാർവതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സർക്കാർ ഉന്നതതല അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം പടക്കശാലകൾക്കെതിരെ നിയന്ത്രണം ഉണ്ടാകുമെന്നും കടുത്ത നടപടി ഉണ്ടാകുമെന്നും മറ്റു പ്രഖ്യാപനമുണ്ട്. പക്ഷേ അപ്പോഴും വിലപ്പെട്ട 25 ജീവനുകളാണ് അവിടെ നഷ്ടപ്പെട്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.